അപ്പോൾ ടിക്കാച്ചു ബോയ്സിൻ്റെ നാട്ടിലത്തെ ഓഫീസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ ദുബായ് ഓഫീസ് ഒന്ന് കാണാം. ഓക്കെ അപ്പോൾ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ദുബായ് ഓഫീസ്. ഒറ്റയ്ക്കാണ് നമ്മളിവിടെ ടിക്കാച്ചു ദുബായിലോട്ട് ഒരു ആളങ്ങ് പറഞ്ഞയച്ചു. അതാണ് നമ്മളതാണ് ഇപ്പോൾ ദുബായിൽ വന്ന് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യാം എനിക്ക് ഈ ബ്ലോഗിലൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോഗ് ഇടണ്ട, അവന്മാരിടുമ്പോൾ നമ്മളിടണ്ടേ എന്നുള്ളതിൽ. അപ്പോൾ എൻ്റെ സുഹൃത്തായ പ്രിജൻ്റെ ഫേവറേറ്റ് പാട്ടായ ഞാൻ ഈ കൂനിയിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പണി എന്താണെന്നൊക്കെ വെച്ചാൽ നമുക്കിതാ ഇത്രയും ടാബ്സ് ഉണ്ട്. അയ്യോ പടമല്ല കാണില്ല കേട്ടോ, 2 ദിവസം ലീവ് എടുത്തിട്ടോ, അതുകൊണ്ടാണ് പടം മാത്രമേ ഉള്ളത്. പണ്ടാരം മൂടുപോയി, ഇതൊന്നുകൂടെ ഷൂട്ട് ചെയ്യണമല്ലോ. ഓക്കെ എനിവേസ്, നമുക്കിവിടെ ഒരു കമ്പനി ഉണ്ട്, ഒരു ജർമ്മൻ കമ്പനിയാണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. അവർക്കൊരു അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നിങ്ങളെന്താണ് ലീഗൽ ടീമാണോ? അല്ല, ലീഗൽ മാത്രമല്ല നമ്മുടെ പണി വേറെ പലതുണ്ട്. ഇനി അടുത്തത് വേറെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ച് സ്ക്രീനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യുന്നു. ബ്രോഷേഴ്സ് കാര്യങ്ങളും ഒക്കെ ഫുള്ള് സെറ്റാക്കുന്നു. കാര്യങ്ങളും എല്ലാം നമ്മൾ ഫിഗ്മയാണ് മെയിൻ. ഇൻവോയ്സൊക്കെ സെറ്റാക്കുന്നു. ഈ ക്രിയേറ്റീവ് കൂടി ബോർഡ് ഡിസൈൻ ചെയ്യുന്നു, ആഡ്സ് ഡിസൈൻ ചെയ്യുന്നു. എന്താലേ, ഇതൊക്കെയാണ് ക്ലൈൻറ്റ് റിക്വയർമെൻറ്റ്. ഇതിൻ്റെ ഡിസൈൻ നിങ്ങളിങ്ങനെ ജഡ്ജ് ചെയ്യരുത്, ഇതാണ് ക്ലൈൻറ്റിന് വേണ്ടിയത്. സോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സെറ്റാക്കുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കലാപ്രസംഗങ്ങൾ. ഇനി നമുക്ക് ഫിഗ്മ എന്ന് പറഞ്ഞ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർച്ച് ബ്രൗസറാണ് കേട്ടോ. അപ്പോൾ പാട്ടില്ല, സൗണ്ട് പറയുക. അപ്പോൾ ആർച്ച് ബ്രൗസറാണ്. സോ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇപ്പോൾ വാഗ്നറാണ്. പിന്നെ നമ്മുടെ മെല്ലോഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ പലതരം ഇപ്പോൾ മെല്ലോഷിപ്പിൻ്റെ ഭാഗമാണ്. സോ മെല്ലോഷിപ്പിൻ്റെ ഫിഗ്മ ബേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. യെസ്, മെല്ലോഷിപ്പും കാര്യങ്ങളും അതിൻ്റെ ഡിസൈൻ ഫയൽസും ഫുള്ള് സെറ്റാക്കലാണ് ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ അകത്ത് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ മേക്ക് മൈ പാസിൻ്റെ ഫുൾ സാധനങ്ങളും ഫുൾ ക്രിയേറ്റീവ്സും നോമാണ് ചെയ്യണത്. ഫുൾ ക്രിയേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇറക്കാണ്ട് വെച്ചിരുന്ന ഒരു പോസ്റ്ററാണ് ഇത്. ഈ വീഡിയോ ഇറങ്ങുമെങ്കിൽ റിലീസാകുമെന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ കോമിക്സ് സെറ്റ് ചെയ്യുന്നു, ഈസ്റ്ററിന് സെറ്റ് ചെയ്യുന്നു. ഇതിനെ അടിച്ചു മാറ്റി കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡൻസ് ക്ലബ്ബ് സെക്കൻഡ് ഇയറിൽ നിൽക്കുമ്പോൾ നവനീത് എന്ന് പറഞ്ഞൊരു ഡിസൈനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സമയം. അപ്പോൾ ആ സമയം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളിതാ കണ്ടോ, ടിക്കാച്ചുവിനെ നമ്മൾ ഹോട്ട് വീൽസ് ആക്കി. ഇതിവിടെ നിന്ന് അടിച്ചോട്ടെ കേട്ടോ ഈ ഒരു ഐഡിയ ഒക്കെ. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളും നമ്മൾ ഏപ്രിൽ ഫൂൾ ചെയ്യാനൊക്കെ നോക്കിയിട്ടു. ഏപ്രിൽ ഫൂളൊന്നും പിന്നെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. സോ ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞതായി. ഇനി അടുത്ത് എന്താ ഉള്ളത് നമുക്ക്? പിന്നെ നമുക്കൊരു ക്ലൈൻ്റ് ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ നിയാസിക്ക കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും ഇതൊക്കെയാണ് സെറ്റ് ചെയ്യലാണ് ഇപ്പോൾ നമ്മുടെ പരിപാടി. പിന്നെ നമ്മൾ തിരിച്ച് ടാബിലോട്ട് വരാം. നോക്കൂ, ഇത്രയും അധികം ടാബ്സാണുള്ളത്. ഇതിലേതാ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിര കലാപരിപാടികൾ. ഇന്ത്യൻ ക്രിയേറ്റീവ് ഡിസൈനർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടിട്ട് ഇതിടുന്നു. പിന്നെ നമുക്ക് സലൂൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, അത് സെറ്റാക്കുന്നു. അപ്പം ഇതാണ് ഒരു പ്രവാസിയുടെ ജീവിതം. ഇതെങ്ങനെയാണ് പോകുന്നത്? മേക്ക് മൈ പാസ് ടിക്കാച്ചു ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണം. സോ ബൈ. ഇനി അങ്ങോട്ടുള്ള കിഡിലും ബ്ലോഗ്സിലോട്ടും കാര്യയിലോട്ടും നിങ്ങളുടെ എൻട്രി ഉണ്ടാവും. സോ യെസ്, ദിസ് ഇസ് ദുബായ് വ്ളോഗ് നമ്പർ 1 ഫോർ ടിക്കാച്ചു ബോയ്സ്.